ഒഡീഷ എഫ് സി 90 മിനിറ്റ് കട്ടക്കങ്ങ് ഡിഫെൻഡ് ചെയ്തു. 90 മിനിറ്റിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് പാളി. അത് മതിയായിരുന്നു ISL ഡിഫെൻഡിംഗ് ചാമ്പ്യൻസിനെ ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ആക്കാൻ. ഈ ചരിത്ര നേട്ടം അവർ നേടിയെങ്കിൽ അവരുടെ പേരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, ദി ISL ലീഗ് വിന്നേഴ്സ്. പ്രഡിക്റ്റബിൾ ആയിരുന്നു. നമുക്കറിയാം, ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്നെ 1-0 എന്ന് പറയുന്ന ഒരു സ്കോറിലാണ് ഒഡീഷ എഫ് സിക്കെതിരെ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഒഡീഷ എഫ് സി മാക്സിമം ഡിഫെൻഡ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയോടുകൂടിയാണ് രംഗത്ത് ഉണ്ടായിരുന്നത്. ആദ്യം മുതൽ തന്നെ മോഹൻ ബഗാൻ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ ഒഡീഷ എഫ് സി ആ ഒരു ഡിഫെൻസീവ് ഒരു മെൻറ്റാലിറ്റി കാട്ടിയല്ലോ, അത് ആക്ച്വലി ടോപ്പായിരുന്നു. കാരണം ആ ഡിഫെൻസിൽ മൊത്തദോഫാളാണെങ്കിലും കാർലോസ് ഡെൽഗാഡോ ആണ്, ബാക്കി എല്ലാ താരങ്ങളാണെങ്കിലും ഒരു ടോപ്പ് ഡിഫെൻസീവ് പെർഫോമൻസ് ആണ് നടത്തിയത്. അതിനോടൊപ്പം തന്നെ അമരീന്ദർ സിംഗ്, വാട്ട് എ പെർഫോമൻസ്. ഇന്നിപ്പോൾ ആദ്യ പകുതിയിൽ തന്നെ 5 സേവാണ്. അതിനുശേഷം അദ്ദേഹം എത്ര സേവുകൾ, അത് മാച്ച് വിന്നിങ് സേവുകൾ നടത്തിയിട്ട് അത്രയുമെങ്കിലും ഒഡീഷ എഫ് സിയെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു. ഈ പറഞ്ഞ ഇവരുടെ പ്രതിരോധവും ഈ ഒരു ഗോൾ കീപ്പറും തന്നെയാണ്. അത്രയൊക്കെ പ്രതിരോധം ശക്തിപ്പെടുത്തിയെങ്കിലും അല്ലെങ്കിൽ ഒരു ബസ് പാർക്കിംഗ് രീതി കളിച്ചിട്ടും നിരന്തരം ആക്രമിച്ച് ബോക്സിനകത്ത് കയറാനും ഷോട്ട് എടുക്കാനും ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാനും ഒക്കെ മോഹൻ ബഗാന് സാധിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അതൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരത്തിൽ ഓൾമോസ്റ്റ് 30 ഷോട്ട്സും അതുപോലെ 7-8 ഷോട്ട് ഓൺ ടാർഗറ്റും അത്രയും വന്നിട്ടുണ്ടായിരുന്നു മോഹൻ ബഗാൻ. ഒരുപാട് ചാൻസുകൾ, അതിൽ ഈ പറഞ്ഞ പോലെ ഡിഫെൻസീവായിട്ട് രക്ഷപ്പെടുത്തിയ മൊത്തോഫോളിൻ്റെ ആണെങ്കിലും കാർലോസ് ഡെൽഗാഡോയുടെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാച്ച് വിന്നിങ് സേവുകൾ നടത്തിയിട്ടുള്ള അമരീന്ദറിനെ ആണെങ്കിലും ഒക്കെ പറയാൻ പറ്റും. ഒഡീഷ എഫ് സി അവർക്ക് കിട്ടുന്ന ചില അവസരങ്ങൾ, ചില കൗണ്ടർ സിറ്റുവേഷൻ, അതിലിപ്പോൾ രാഹുൽ KPയുടെ ഒരു നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് ആ റൺ നടത്തിയ ബോക്സിൽ ആരും ഇല്ലാതെ പോയി. അതുപോലെ ഹ്യൂഗോ ഗോമസിന്റെ ഒരു സോളോ റൺ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാൻ പറ്റുന്ന അറ്റാക്കിംഗ് മൂവ്മെന്റുകൾ. ഈ പറഞ്ഞ പോലെ ലിസ്റ്റനാണെങ്കിലും അൻവീർ ആണെങ്കിലും മക്ലാറിനാണെങ്കിലും ഇങ്ങനെ എരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രെഗ് സ്റ്റുവർട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലിസ്റ്റണേക്ക് ഒരു പരിധി വരെ പൂട്ടിയ റഹീം അലി ഡിഫെൻസീവ്ലി അദ്ദേഹം കൊടുക്കുന്ന ഔട്ട്പുട്ട് വേറെ ലെവൽ തന്നെയാണ്. അതിൽ യാതൊരു വിധത്തിലും സംശയമില്ല. അതുപോലെ തന്നെ ആ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടതാണ്, മൊത്തദോഫോൾ ഈ ഒരു മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ എത്ര ബ്ലോക്കുകളാണ് നടത്തിയത്. ഇതിൽ സെക്കൻഡ് ഹാഫിൽ നടത്തുന്നൊരു ബ്ലോക്ക് ഉണ്ട്, ദീപക് താങ്കരിയുടെ ഒരു ഷോട്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി കാണാം. അദ്ദേഹം ആ ഒരു ബ്ലോക്ക് ചെയ്തിട്ട് അതിനു മുമ്പ് തന്നെ അത് ക്ലോസ് ഡൗൺ ചെയ്യാൻ റഹീം അലിക്ക് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ റഹീം അലി ആ സമയത്ത് ബോക്സിലേക്ക് വന്നിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം അതൊക്കെ കൃത്യം, അതാണ് ഒരു ട്രൂ ലീഡർ. ഒരു ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് എത്ര വെളിവാക്കുന്നു എന്നുള്ളത്. കാരണം ആ ഒരു സേവ് നടത്തി അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് നടത്തിയെങ്കിലും അദ്ദേഹം ഹാപ്പിയല്ല. അത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് 90 മിനിറ്റ് മാക്സിമം അവർക്ക് ആ ഒരു കളിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനുശേഷമാണ് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഇപ്പോൾ പെട്രോട്ടോസ് ആണെങ്കിലും അഷുക്കുനെ ആണെങ്കിലും പല താരങ്ങളും വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പെട്രോട്ടോസ് ഈ സീസണിൽ നമുക്കറിയാം അത്ര മികച്ചൊരു പെർഫോമൻസ് അല്ല സോഫാർ മുൻപത്തെയൊക്കെ സീസണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു ഷോട്ട് വന്നത് അമരീന്ദറിൻ്റെ ഒരു ഉഗ്രൻ സേവാണ്. പക്ഷേ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ചാൻസ്, അതും ആ ഒരു കൂട്ടപ്പൊരിച്ചിലുകൾക്ക് ഇടയിലാണ്. കാരണം ബോക്സിൽ അത്രത്തോളം ആളുകളുണ്ട്. പക്ഷേ അത് ഒരു തരത്തിൽ മോഹൻ ബഗാൻ ഗുണമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെട്രോട്ടോസ് ആ ഒരു ഷോട്ട് ഉതിർക്കുന്ന സമയത്ത് അമരീന്ദർ കുറച്ച് ബ്ലൈൻഡായി പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായി. കാരണം അത്രയും പ്ലേയേഴ്സ് അവിടെ മുന്നിലുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പോസ്റ്റിലേക്ക് വന്ന് ഉരുണ്ട് കയറുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ആ ഒരു 90 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാച്ച് വിന്നിങ് ഗോള് നേടുന്നതും മോഹൻ ബഗാൻ ഈ പറഞ്ഞ പോലെ ഒരു ഷീൽഡ് വിൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഒഡീഷ എഫ് സി അവരുടെ ഒരു മാക്സിമം ട്രൈ ചെയ്തു. സോ ഈ ഒഡീഷ എഫ് സിയുടെ ഒരു തോൽവി നോർത്ത് ഈസ്റ്റ്, മുംബൈ സിറ്റി എഫ് സി അങ്ങനെ ടീമുകൾക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. കാരണം ഒഡീഷ എഫ് സി സ്റ്റിൽ ആ ഒരു പ്ലേ ഓഫ് റേസിലുള്ള ഒരു ടീമാണ്. പക്ഷേ ആ മക്ലാറിന്റെ ഡേഞ്ചറസ് മൂവ് മൊത്തദോഫോള് ഫൗൾ ചെയ്തു. അതൊരു ലാസ്റ്റ് മാൻ കൂടിയായിരുന്നു. ആ റെഡ് കാർഡ് കിട്ടിയത് തീർച്ചയായിട്ടും മത്സരത്തിലൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു മൊത്തദോഫോളിന്. എന്താണെങ്കിലും മോഹൻ ബഗാൻ അൺസ്റ്റോപ്പബിൾ 2 മത്സരങ്ങൾ അവശേഷിക്കുന്ന സമയത്ത് ഗോവയുടെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് അവസാനത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ താരമോ 2-3 സൂപ്പർ താരമോ അല്ലെങ്കിൽ പ്ലേയിങ് ലെവലിൽ കളിക്കുന്ന സൂപ്പർ താരങ്ങൾ മാത്രമല്ല, അവരുടെ എല്ലാവരും സൂപ്പർ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആദ്യ പകുതിയിൽ മികച്ച താരങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് രണ്ടാം പകുതിയിൽ പകരക്കാരനായി വന്ന് പെട്രോട്ടോസ് നേടിക്കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? സൂചന കമ്പോസ് സനിയ.